അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർച്ചന, നേരത്തെ തന്നെ വ്യവസായിയിൽ നിന്ന് കൈക്കൂലിയിൽ വാങ്ങിയ സംഭവത്തിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയാണ് എന്ന് തെളിഞ്ഞിരുന്നു. ഈ സംഭവത്തിലെ നാലാം പ്രതി രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലും ഓഫീസിലും ഇപ്പോൾ പരിശോധന നടത്തുകയാണ് വിജിലൻസ്. എന്താണ് ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ? അർച്ചന, കൊച്ചിയിൽ ഈ വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയായ കേസിലെ നാലാം പ്രതിയായ രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിലും വീട്ടിലും വിജിലൻസിന്റെ പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പരിശോധന സംബന്ധിച്ച വിശദാംശങ്ങൾ. വിനിഷ, ഇ ഡിക്ക് വലിയ കുരുക്ക് മുറുകുകയാണ്. കാരണം ഇപ്പോൾ ഒരു ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഇതിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നാലാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലും ഒപ്പം ഓഫീസിലും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വിജിലൻസ് രാവിലെ മുതൽ ഇവിടെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണ്. ഇതിൽ ഈ ഏജന്റുമാരിൽ പ്രധാന കണ്ണിയായി ഇത്തരത്തിൽ രഞ്ജിത്ത് വാര്യർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഒപ്പം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനാണ് വിജിലൻസ് ഇവിടെ എത്തിയത്. രാവിലെ 11 മണിയോടെയാണ് പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും രഞ്ജിത്ത് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഇത്തരത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതും മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ രഞ്ജിത്ത് വാര്യർ ഈ ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. അതേസമയം തന്നെ ഈ 3 പ്രതികളെ നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 2, 3, 4 പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായത് വിൽസൺ ആണ്. വിൽസൺ വർഗീസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കാരണം ഈ വിൽസന്റെ മൊഴിയിൽ നിന്നാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥന്റെ പേരടക്കം പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് ഇ ഡി പോവുകയാണ്. മാത്രമല്ല ഈ സുപ്രധാനമായ കേസുകളെല്ലാം തന്നെ അന്വേഷിച്ച ഒരാൾ കൂടിയാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് ഇത്തരത്തിലൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം തന്നെയാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വരും ഘട്ടങ്ങളിൽ കൂടുതൽ പരിശോധനകളും ഒപ്പം ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും അടക്കം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് വിജിലൻസ്. ഫിനിഷ ാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. ഏതായാലും ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിലെ നാലാം പ്രതി രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിലും വീട്ടിലും വിജിലൻസ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.